ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പരിശുദ്ധ റമളാനിൽ പവിത്രമായ റമളാൻ മാസം റമളാൻ 3-ന് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു നമുക്ക് ഫാത്തിമ ബീവിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഭാഗ്യം തരട്ടെ. ആമീൻ പറയും. അല്ലാഹു നമുക്ക് ഫാത്തിമ ബീവിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹുവേ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവാൻ ഇങ്ങനെ കിടക്കാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവാൻ കിടക്കുന്ന സമയം എന്റെ പ്രിയപ്പെട്ടവർ ഈ ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്തെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ചെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചതാണ്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തു നബിയുടെ സമീപത്ത് ചെന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തു നബിയുടെ സമീപത്ത് പോയത്? രണ്ട് കാര്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെവിയിൽ പറഞ്ഞു. എഴുതി വെക്കണം, ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കും വേണം, അത് എഴുതി വെക്കും വേണം. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചെവിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രഹസ്യം പറഞ്ഞു. അതിൽ നിന്ന് ഒന്നാമത്തെ രഹസ്യം പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കരഞ്ഞു. രണ്ടാമത്തെ രഹസ്യം പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചിരിച്ചു. ഉടനെ തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് ഫാത്തിമ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോ മുത്തുനബി വഫാത്ത് അടുത്ത സമയത്ത് നിങ്ങളെ ചെവിയിൽ രണ്ട് രഹസ്യം പറഞ്ഞല്ലോ? ശ്രദ്ധിക്കണേ, ഫാത്തിമ ബീവിയുടെ ചെവിയിൽ മുത്തുനബി രണ്ട് രഹസ്യം പറഞ്ഞല്ലോ. ഒന്നാമത്തെ രഹസ്യം പറഞ്ഞപ്പോ നിങ്ങൾ കരഞ്ഞു, രണ്ടാമത്തെ രഹസ്യം പറഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചു. അതെന്തേ? ഫാത്തിമ ബീവി പറഞ്ഞു, അതിപ്പോ ഞാൻ പറയില്ല, അതൊരു രഹസ്യമാണ്. രഹസ്യമായിട്ട് എന്നെ വെക്കണം. എന്ത് രഹസ്യം? രഹസ്യമായിട്ട് എന്നെ വെക്കണം, ആരോടും പറയതിട്ടോ. ഇല്ലടി, ഞാൻ ആരോടും പറയില്ല. എന്നിട്ട് അപ്പുറത്ത് പിന്നെ എനിക്കൊരു കാര്യം കേൾക്കണം, ഞങ്ങൾക്ക് പറഞ്ഞുതരാം, പക്ഷെ ഇതൊരു വാക്ക് തരണം. എന്താ വാക്ക്? ആരോടും പറയാൻ പാടില്ല, ആരോടും പറയാൻ പാടില്ല. ആയിക്കോട്ടെ, ഞാൻ ആരോടും പറയില്ല, ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. എന്നിട്ട് ഓല് വേറെ ആൾക്കാരോട് പിന്നെ എനിക്ക് കേൾക്കണോ, ഞാനേ അവിടെ ചെന്നപ്പോഴേ. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ഒരു ഡിമാൻഡ് ഉണ്ട്, ആരോടും പറയരുത്. ഈ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാരോടും പറഞ്ഞെടുക്കാം, അത് പാടില്ല. രഹസ്യമായിട്ട് വെക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലല്ലോ, ചോദിച്ചത് ആരാ? ആയിഷ ബീവി അല്ലേ ചോദിച്ചത്? രഹസ്യമായിട്ട് വെക്കണം. ഭർത്താവിന്റെ രഹസ്യം പുറത്ത് പറയരുത്, ഭാര്യയുടെ രഹസ്യം പുറത്ത് പറയരുത്. അപ്പൊ പറയാൻ പാടില്ലാത്ത രഹസ്യം ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ല. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, അല്ല ഫാത്തിമ ബീവി, മുത്തുനബി വഫാത്താകാൻ കിടക്കുന്ന നേരത്ത് നിങ്ങളെ ചവിട്ടിൽ രണ്ട് രഹസ്യം പറഞ്ഞിനല്ലോ, അന്ന് നിങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ല. ഒന്നാമത്തെ രഹസ്യം പറഞ്ഞപ്പോ നിങ്ങൾ കരഞ്ഞു, രണ്ടാമത്തത് പറഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചു. അതെന്തായിരുന്നു? ഫാത്തിമ ബീവി പറഞ്ഞു, ഞാൻ ഇനി പറഞ്ഞുതരാം, മുത്തുനബി വഫാത്തായല്ലോ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ രഹസ്യം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്ന, ഫാത്തിമ, എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ വർഷവും ഒരു തവണയാണ് ഖുർആൻ പരിപൂർണമായി ഓതിത്തരാറുള്ളത്. ഫാത്തിമ ബീവിയുടെ വഫാത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ റമളാൻ നിലാവിന്റെ മജ്ലിസിൽ ഞാൻ നിങ്ങൾക്ക് കുറെ ചരിത്രം പറഞ്ഞു തന്നതാണ്. ഹലോ കഴിഞ്ഞ റമളാൻ നിലാവിന്റെ മജ്ലിസിൽ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ചരിത്രം പറഞ്ഞു തന്നതാണ്. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പറയുന്നത്. ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണം. ഫാത്തിമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് എന്റെ ചെവിയില്, എന്റെ സമീപത്ത് വന്നിട്ട് എല്ലാ കൊല്ലവും ഖുർആനെ പരിപൂർണമായി ഓതിത്തരാറുണ്ട്. ഈ വർഷം എന്റെ സമീപത്ത് വന്ന് 2 തവണ വന്നിട്ട് ഖുർആൻ ഓതിത്തന്നു ഫാത്തിമ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്റെ വഫാത്ത് അടുത്തിട്ടുള്ള ഫാത്തിമ.
ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ സമയമായിട്ടുണ്ട് ഫാത്തിമ. ഇത് മുത്തു റസൂലുള്ള ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എന്റെ മുത്തുനബി ലോകത്തോട് വിട പറയാനായല്ലോ. ഉടനെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമത് പറയുന്ന കരയല്ലേ ഫാത്തിമ, നീ കരയല്ലേ ഫാത്തിമ, ഞാനെങ്ങാനും ലോകത്തോടെ വിട പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ ആദ്യമായി വഫാത്താകുന്നത് അത് നിങ്ങളാണ് ഫാത്തിമ. ഞാൻ വഫാത്തായി കഴിഞ്ഞാ എന്റെ കൂടെ ആദ്യമായി ലോകത്തോടെ വിട പറഞ്ഞിട്ട് എന്റെ കൂടെ പോരുന്നത് ഫാത്തിമ, അത് നിങ്ങളാണ് ഫാത്തിമ, നിങ്ങളാണ് ഫാത്തിമ, നീയാണ് മോളെ. ഞാൻ വഫാത്തായാൽ പിന്നെ ആദ്യമായി ഖബറിലേക്ക് വരുന്നത് നീയാണ് ഫാത്തിമ. അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി. എന്റെ മുത്തുനബി വഫാത്തായി കഴിഞ്ഞാൽ എന്റെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ മുത്തുനബിയുടെ കൂടെ ആദ്യമായി ഖബറിൽ പോകുന്നത് ഞാനാണ്. ഉടനെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് അടുത്തിട്ടുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ രോഗിയാവുകയാണ്. അപ്പൊ ഈ രണ്ട് രഹസ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. മുത്തുനബി ഫാത്തിമ ബീവിയുടെ ചെവിയിൽ പറഞ്ഞ രണ്ട് രഹസ്യം ഒന്നെന്താ ഒന്നെന്താണ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഉടനെ തന്നെ വഫാത്താകും, അഥവാ ജിബ്രീൽ വന്നിട്ട് 2 തവണ ഖുർആൻ ഓതി തന്നിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞ രഹസ്യം ഞാൻ വഫാത്തായാൽ ഉടനെ തന്നെ വഫാത്താകുന്നത് നിങ്ങളാണ് ഫാത്തിമ. അത് എഴുതി വെക്കണം. ഇനി പറയട്ടെ, ചരിത്രത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരികയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, ഞാൻ വഫാത്താകുന്നത് എന്റെ മരണം എനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ എന്റെ കിനാവിൽ എന്റെ പ്രിയപ്പെട്ട പുന്നാര ബാപ്പ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ കേട്ടിരിക്കണം. ഒരു ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടതെന്ന് ഈ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തിന്റെ വില ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് പറയുമ്പോ ഈ ചരിത്രം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവോ. അത്രയും വലിയ അറ്റാച്ച്മെന്റ് ആണ് ഈ ചരിത്രം. ഫാത്തിമ ബീവി പറയുകയാണ്, ഞാൻ പാതിരാ സമയത്ത് കിടന്നിറങ്ങുമ്പോ എന്റെ കിനാവിലൂടെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് സലാം പറയുകയാണ്. സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്ന, മോളെ നീ വഫാത്താവാൻ അടുത്തിട്ടുണ്ട് മോളെ, നീ മരണപ്പെടാൻ അടുത്തിട്ടുണ്ട് മോളെ. ആരാ പറയുന്നത്? മുത്തുനബിയാണ് പറയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് വന്ന് പറയുകയാണ്, ഫാത്തിമ നിന്റെ വഫാത്ത് അടുത്തിട്ടുള്ള ഫാത്തിമ, നിന്റെ വഫാത്ത് അടുത്തിട്ടുള്ള ഫാത്തിമ, നിന്റെ വഫാത്ത് അടുത്തിട്ടുണ്ട് ഫാത്തിമ. അല്ലാഹുവേ, മുത്തുനബിയാണ് സ്വപ്നത്തിലൂടെ വന്ന് പറഞ്ഞത്. ഫാത്തിമ ബീവിക്കറിയാം ഞാൻ വഫാത്താവാൻ എന്റെ സമയമായിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീടൊക്കെ വൃത്തിയാക്കി. നല്ലതുപോലെ ശ്രദ്ധിക്കി ഉമ്മമാരെ, ബാപ്പമാരെ. പിറ്റേ ദിവസം തന്നെ വീടെല്ലാം വൃത്തിയാക്കി. അല്ലാഹുവേ, കുളിച്ചൊരുങ്ങി നല്ല ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മരണപ്പെടുമെന്ന് ഉറപ്പായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മനസ്സ് പേടിച്ചില്ല, മനസ്സ് തളർന്നില്ല. ഞാൻ മരിക്കുകയാണല്ലോ എന്നറിഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് പ്രഷർ കയറിയില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെടുമെന്ന് ഉറപ്പായപ്പോ പിറ്റേ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് വീടിന്റെ മുറ്റമെല്ലാം അടിച്ചു മാറി, വീടിനകത്തുള്ള മാറാളുകൾ തട്ടിക്കൊട്ടി, പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് നല്ല മനോഹരമായ ഭക്ഷണം ഒരുക്കി. മഹാനായ അലി റളിയല്ലാഹു അൻഹു ജോലിക്ക് പോയതാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കല്ലാഹ്
സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണമല്ലോ. അങ്ങനെ അന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീടിന്റെ മുറ്റം അടിച്ചു വാരിയിട്ടുണ്ട്, വീടിന്റെ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, കുളിച്ചൊരുങ്ങിയിട്ട് നല്ല ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അന്ന് ഇതുവരെ ഉണ്ടാക്കാത്ത സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാഹ്. ആ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാത്തിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു വന്ന ഉടനെ തന്നെ ഫാത്തിമ ബീവി പറയുന്നു, അലിയേ നമുക്കിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം അലിയേ. അല്ലാഹുവേ വീട്ടിലേക്ക് കയറി വന്ന ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു കണ്ടതെന്താണ്? ആ വീടിന്റെ മുറ്റമെല്ലാം അടിച്ചു മാറിയിട്ടുണ്ട്. സന്തോഷം കൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിക്ക് ദുആ ചെയ്തു കൊടുക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ എൻ്റെ ഫാത്തിമാക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ചെറുപ്പക്കാരാ, വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അലി റളിയല്ലാഹു അൻഹു വീട് വൃത്തിയാക്കിയ ഫാത്തിമ ബീവിക്ക് വേണ്ടി ദുആ കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്താറില്ലേ, അവിടെ ശരിയായിട്ടില്ല, ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തല്ല നമ്മൾ വേണ്ടത്. നിങ്ങൾ അങ്ങനെയാണ് എന്നല്ല പറഞ്ഞത്, പക്ഷേ നമ്മളെ ദുആ ചെയ്ത് കൊടുക്കണം. വീട്ടിലേക്ക് കയറി വരുമ്പോ വീടും സിറ്റ് ഔട്ടൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് മാഷാ അല്ലാഹ് സൂപ്പറായില്ലോ ഉഷാറായില്ലോ. ഡ്രസ്സ് ഇസ്തിരിട്ട് തരികയാണ്. ഡ്രസ്സ് ഇസ്തിരിട്ട് തരുമ്പോ ഡ്രസ്സ് ഇങ്ങനെ പിടിക്കും, നമ്മള് ഡ്രസ്സ് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കും. നിങ്ങളെന്താ ഇങ്ങനെ നോക്കണം? കണ്ണാണില്ലേ? അങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കിട്ട് എവിടെങ്കിലും ചുളിഞ്ഞുകണോ അല്ലെങ്കിൽ എവിടെങ്കിലും പാടണോ? എന്റെ കണ്ണന്റെ മോത്തല്ലേ? ആരോട്? ഡ്രസ്സ് ഇസ്തിരിട്ടെന്ന് ഈ പാവത്തിനോട്. നിങ്ങളെ കുറിച്ചല്ല പറയണത്, നിങ്ങളെ കുറിച്ചല്ല. ചില ആളുകള് ചില നാട്ടില്, നാടൊന്നും ഞാൻ പറയണില്ല, നാടൊന്നും പറയണില്ല, ചില ആളുകള് അവരെങ്ങനെ നിങ്ങളെ ഫാൻ്റെ ഓൽക്കിടണല്ലോ, അങ്ങനെ ആവരുത്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഡ്രസ്സൊക്കെ ഇസ്തിരിട്ടല്ലോ, ഉഷാറായല്ലോ, സന്തോഷമായല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വരുമ്പോഴേക്ക് നമുക്ക് വേണ്ട ഡ്രസ്സ് പോലെ പിന്നെ ഇസ്തിരിട്ടരും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചങ്ങായിക്ക് അതിനെത്ര ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല, അതെപ്പോഴും കുറ്റം തന്നെ പറയുള്ളൂ. പിന്നെ ഒരു ഇട്ടരൂല, ഇസ്തിരിട്ടരാ മടിയേക്കരോ, മടിയൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ശ്രദ്ധിക്കുക. നമ്മളെ ജന്നുട്ടി അങ്ങനെ ഓഫാക്കാൻ നടക്കുകയാണ്. അപ്പൊ പിന്നെ അൽഹംദുലില്ലാ. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരിക. എവിടെത്തി? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയത് കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു ദ്വാരന്ന് കൊടുത്ത്. അൽഹംദുലില്ലാ, വല്ലാത്ത സന്തോഷം, മാഷാ അല്ലാഹ് ഉഷാറായിട്ടുണ്ടല്ലോ, റാഹത്തായിട്ടുണ്ടല്ലോ. അങ്ങനെ വീടിന്റെ മുന്നിൽ സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിന്, നല്ല ഭക്ഷണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലി തങ്ങളെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. നല്ല വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, നല്ല വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ചരിത്രം പറയുന്നത് കാണാം. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ ഇന്ന് നീ നല്ല ഹാപ്പിയാണല്ലോ ഫാത്തിമ, ഇന്ന് നീ നല്ല ഹാപ്പിയാണല്ലോ, നല്ല സന്തോഷത്തിലാണല്ലോ, കുളിച്ചൊരുങ്ങി വസ്ത്രം ധരിച്ചിരിക്കുകയാണല്ലോ, നീ എന്തോ ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ ഫാത്തിമ. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങുന്നു. അല്ലാഹുവേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ കരയല്ല മോളെ, കരയല്ല മോളെ. അല്ലാഹുവേ നിന്റെ ഈ മനോഹരമായ വസ്ത്രം കണ്ട്, നീ സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിയത് കണ്ടപ്പോ ഞാൻ ചോദിച്ചതാണ് മോളെ,
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അലിയേ എന്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയട്ടെ അലിയേ. നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണല്ലോ, അവസാനത്തെ ഭക്ഷണം കഴിക്കലാണ്, അവസാനത്തെ ഭക്ഷണം കഴിക്കലാണ്. ഫാത്തിമ ബീവിക്കറിയാം ഇനി ദുനിയാവിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം കിട്ടൂല. റബ്ബേ, അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി ചോദിച്ചു, അലിയേ നിങ്ങൾ ആ ഭക്ഷണത്തിന്റെ തളികയിൽ നിന്ന് ഒരു ഉരുള ഭക്ഷണം എടുത്തിട്ട് എന്റെ വായയിലേക്കൊന്ന് വെച്ചു തരുമോ അലിയേ, എന്റെ വായയിലേക്കൊന്ന് വെച്ചു തരുമോ അലിയേ. റമളാൻ നിലാവ് കേൾക്കുന്ന അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളെ ശ്രദ്ധയോടെ കേട്ടിരിക്കോ നിങ്ങളത്. ഒരു പിടി ഭക്ഷണം എന്റെ വായയിലേക്കൊന്ന് വെച്ചു തരുമോ അലിയേ. ചോദിക്കുന്നതാരാ? മഹദിയായ ബീവി ഫാത്തിമ. അലി റളിയല്ലാഹു അൻഹു ഒരു പിടി ഭക്ഷണം എടുത്തിട്ട് ഫാത്തിമ ബീവിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അല്ലാഹുവേ, അങ്ങനെ ഭക്ഷണം വെച്ചു കൊടുത്തപ്പോ അലി റളിയല്ലാഹു അൻഹു തിരിച്ചും പറഞ്ഞു, ഫാത്തിമ ഇനി ഒരു പിടി ഭക്ഷണം എന്റെ വായിലേക്ക് വന്ന് വെച്ചു തരുമോ ഫാത്തിമ? ഇല്ല ഇല്ല, ലോകം കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സ്നേഹത്തോടെ ജീവിച്ചൊരു ഭാര്യ ഭർത്താവിന് ലോകത്തുന്നവരെ മുത്തുനബിയല്ലാതെ കാണാൻ കഴിയൂല. എന്തോ ഒരു നല്ല സ്നേഹമാണ്. ഭക്ഷണം കഴിക്കുമ്പോ ഭാര്യ പറയാണ്, ഇക്കാ ഒരു പിടി ഭക്ഷണം എടുത്തെന്റെ വായിലൊന്ന് വെച്ചു തരുമോ? തീർന്നിട്ടില്ലല്ലോ, ഒരു പിടി ഭക്ഷണം എടുത്ത് തിരിച്ചും എന്റെ വായിലേക്കൊന്ന് വെച്ചു തരുമോ? അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം നൽകുകയാണ്. എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന, അലിയേ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അലിയേ. എന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ നിന്റെ വഫാത്ത് അടുത്ത് ഫാത്തിമ, നിന്റെ വഫാത്ത് അടുത്ത് ഫാത്തിമ, നിന്റെ വഫാത്ത് അടുത്ത് ഫാത്തിമ. അല്ലാഹുവേ, കേൾക്കാൻ കഴിയാതെ താങ്ങാൻ കഴിയാതെ അലി റളിയല്ലാഹു അൻഹു കയ്യിലുണ്ടായിരുന്ന ഭക്ഷണപാത്രം നിലത്ത് വെച്ചിട്ട് നിലത്തങ്ങ് ഇരുന്ന് പോവുകയാ. ഞാൻ കേൾക്കുന്നത് സത്യമാണോ അല്ലാ? ഞാൻ കേൾക്കുന്നത് സത്യമാണോ അല്ലാ? ഏത് സമയത്തും എന്റെ കൂടപ്പറപ്പിനെ പോലെ കൂടെയുണ്ടായിരുന്ന ഫാത്തിമ, ഏത് സമയത്തും എനിക്കൊരു തണലായിരുന്നുവല്ലോ. ഈ ഭക്ഷണപാത്രം നിലത്ത് വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ട് സ്ട്രോക്ക് വന്നതുപോലെ അത്ഭുതപ്പെട്ടു നിന്ന് പോവുകയാണ്. ഫാത്തിമ നിങ്ങളെ വഫാത്ത് എടുത്തോ ഫാത്തിമ? മുത്തുനബി എങ്ങനെ പറഞ്ഞോ ഫാത്തിമ? മുത്തുനബി എങ്ങനെ പറഞ്ഞോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കരയല്ലേ അലിയേ, കരയല്ലേ അലിയേ, കരയല്ലേ അലിയേ, എന്റെ വഫാത്ത് എടുത്തിട്ടുണ്ട് അലിയേ, ഞാൻ മരണപ്പെടാൻ സമയമായിട്ടുണ്ട് അലിയേ. ഇത് മുത്തുനബി എന്നോട് പറഞ്ഞതാണ് അലിയേ. രണ്ടുപേരും സങ്കടത്തിലാണ്, രണ്ടുപേരും സങ്കടത്തിലാണ്. മക്കളായ മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടുത്തില്ല. രണ്ടുപേരും അപ്പുറത്തെ റൂമിലാണുള്ളത്, മക്കളെ അറിയിച്ചിട്ടില്ല. അല്ലാഹുവേ, മുഖത്തേക്ക് മുഖം നോക്കി കരയുകയാണ്, മുഖത്തേക്ക് മുഖം നോക്കി കരയുകയാണ്. ഡോക്ടർമാര് വന്നിട്ട് നിങ്ങളെ ഭാര്യ മരിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് മരിക്കാനായിട്ടുണ്ടെന്നറിയുമ്പോ പിന്നെയുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് നെഞ്ചിടിച്ചിലാണ്, പിന്നെയുള്ള ഓരോ ദിവസങ്ങളും നമുക്ക് വിഷമങ്ങളാണ്. ഡോക്ടർമാര് വന്ന് നിങ്ങളെ മരണം അടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോ പിന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ബേജാറ് എത്രയാണ്. ഇത് ഫാത്തിമ ബീവിയാണ് തുറന്നു പറയുന്നത്. എന്നോട് മുത്തുനബി വന്ന് പറഞ്ഞിട്ടുണ്ട് അലിയേ. രണ്ടുപേരെ കരച്ചില് കൊണ്ട് കരച്ചിലാണ്.
അല്ലാഹുവേ ഉടനെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങളെ ചരിത്രം കേട്ടതിന് ശേഷം എഴുതി വെക്കുക. വഫാത്തിന്റെ സമയത്ത് വഫാത്തെടുത്തപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവേ അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കൈയിലേക്ക് തന്റെ കൈ ആ കൈയിന്റെ ഉള്ളനടി ചേർത്ത് വെടിക്കുകയാണ്. ഇതുപോലെ വലത് കൈ അലി റളിയല്ലാഹു അൻഹു വലത് കൈയിനോട് ചേർത്ത് വെച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അലിയേ എന്റെ റമളാനിലാവ് കേൾക്കുന്ന ഉമ്മ, എന്റെ റമളാനിലാവ് കേൾക്കുന്ന ബാപ്പ, നെഞ്ചു തുറന്ന് കേൾക്കൂ മോളെ, നെഞ്ചു തുറന്ന് കേൾക്കൂ ഉമ്മ, നെഞ്ചു തുറന്ന് കേൾക്കൂ ബാപ്പമാരെ. ഈ ചരിത്രം നിങ്ങളെ മനസ്സിന്റെ അകത്ത് നല്ലതുപോലെ മായാതെ മറയാതെ കൊണ്ട് നടക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഉള്ളനടി വെച്ചിട്ട് പറയാണ്, അലിയേ അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ നിന്ന് എനിക്ക് പുതുമാരനായി തെരഞ്ഞെടുത്തത് അങ്ങയെയാണ്. അങ്ങയെ തെരഞ്ഞെടുത്തിട്ട് നീണ്ട 29 വർഷക്കാലം നമ്മൾ തമ്മിൽ രണ്ടുപേരും ഇണകളായി ജീവിച്ചില്ലേ അലിയേ? പലപ്പോഴും ഞാൻ നിങ്ങളെ പറഞ്ഞതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അലിയേ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അലിയേ. എവിടെയെങ്കിലും എന്റെ അടുക്കല് ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നോട്ടത്തിലോ എന്റെ വാക്കുകളിലോ എന്റെ മൗനത്തിലോ എന്റെ ഇടപെടലിലോ എന്റെ സംസാരത്തിലോ എന്റെ പെരുമാറ്റത്തിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് പൊരുത്തപ്പെടാത്തൊരു പ്രവൃത്തി വന്നു പോയെങ്കിൽ ഈ ഫാത്തിമാനോട് പൊറുക്കുമോ അലിയേ? ഈ ഫാത്തിമാനോട് പൊറുക്കുമോ അലിയേ? മദീന കരഞ്ഞു പോയ നിമിഷങ്ങളാ ചെറുപ്പക്കാരാ, മദീന കരഞ്ഞു പോയ നിമിഷങ്ങളാ ഉമ്മമാരെ, മദീന കരഞ്ഞു പോയ നിമിഷങ്ങളാണ് ഇനി പറയുന്നത്. എങ്ങനാണിത് കണ്ണു നിറയാതെ കേൾക്കാൻ കഴിയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ പുന്നാരമോള്, സ്ത്രീകളുടെ വനിതകളുടെ നേതാവായി സ്വർഗത്തിൽ കടന്നു വരുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ സമയത്ത് ഭർത്താവിന്റെ കൈയിനോട് ചേർത്ത് പിടിച്ചിട്ട് പറയുകയാ, ഈ 29 വർഷകാലത്തെ ജീവിതത്തിനിടയിൽ എന്റെ വാക്കിലോ നോട്ടത്തിലോ ഇടപെടലിനോ സംസാരത്തിലോ മൗനാനുവാദത്തിലോ എന്തെങ്കിലും ഒരു പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കുമോ അലിയേ? എനിക്ക് മാപ്പ് തരുമോ അലിയേ? നാളെ പരലോകത്ത് വരുമ്പോ ഈ ഫാത്തിമ പരാജയപ്പെടാൻ പാടില്ല, ഈ ഫാത്തിമ പരാജയപ്പെടാൻ പാടില്ല അലിയേ. നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് നിങ്ങളെ പൊരുത്തമില്ലാതെ സിറാത്ത് എന്ന മാനമല്ല എനിക്ക് തരൂല. നിങ്ങളെ പൊരുത്തമില്ലാതെ നന്മ തിന്മയുടെ തുലാസ് തൂക്കുമ്പോ നമ്മുടെ നന്മയുടെ തുലാസിന് കനം തൂങ്ങൂല. ഇക്കാന്റെ പൊരുത്തമില്ലാതെ പരലോകത്തിന് എന്ത് രക്ഷപ്പെടൂല. അതുകൊണ്ട് അലിയേ നിങ്ങൾ എനിക്ക് പൊരുത്തം തരുമോ അലിയേ? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, എന്താ ഫാത്തിമ നീ എന്തിനാ അങ്ങനെയെല്ലാം പറയുന്നത്? ഫാത്തിമ നീ എന്തിനാ അങ്ങനെയെല്ലാം പറയുന്നത്? ഫാത്തിമ എന്റെ മനസ്സിൽ നിന്നോട് സ്നേഹമല്ലാതെ ഒന്നുമില്ല ഫാത്തിമ. ഞാൻ പൊരുത്തപ്പെട്ടു ഫാത്തിമ, ഞാൻ പൊരുത്തപ്പെട്ടു ഫാത്തിമ. വഫാത്തിന്റെ സമയത്ത് അലി റളിയല്ലാഹുവിന്റെ കൈ പിടിച്ച് ഫാത്തിമ ബീവി പറഞ്ഞൊരു വാക്കാണ്, മറക്കരുത്. നല്ല പോയിന്റ് ഇട്ട് NB പോയിന്റ് ഇട്ട് നിങ്ങൾ എഴുതി വെക്കണം. ആ പോയിന്റ് ഇട്ട് എഴുതി വെച്ചാൽ പോരാ, അത് ഇടക്കിടക്ക് എടുത്ത് വായിച്ചു നോക്കണം. റമളാൻ നിലാവിന്റെ 3ാമത്തെ ദിവസം ഫാത്തിമ ബീവിയുടെ ചരിത്രത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് റൗണ്ട് ആക്കിയിട്ട് കോളമാക്കിയിട്ട് നിങ്ങൾ ആ പോയിന്റ് എഴുതി വെക്കണം. എന്തിന്? ഇടക്കിടക്ക് അത് നോട്ട്ബുക്ക് അടുത്ത് തുറന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ കാണണം. എന്താ റബ്ബേ ഈ റൗണ്ടാക്കി വിട്ടത്? ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് എന്ത്? പൊരുത്തം ചോദിച്ചു ഭർത്താവിനോട്.
പൊരുത്തം ചോദിച്ച് ഭർത്താവിന്റെ പൊരുത്തത്തിലെങ്ങാനും ഒരു പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിനെ എങ്ങനെ മലക്ക് ഖബറിൽ ശിക്ഷിക്കോ? നിങ്ങൾ പറയും, ആ പെണ്ണിനെ മലക്ക് ഖബറിൽ ശിക്ഷിക്കോ? ആ പെണ്ണ് കിടക്കുന്ന ഖബറിൽ പാമ്പ് വരോ? ഇല്ല. ആ ഭാര്യ കിടക്കുന്ന ഖബറിൽ തേള് വരോ? ഇല്ലല്ല. ഭർത്താവിന്റെ പൊരുത്തത്തോടെ ഒരു പൊന്നു ഭാര്യ മരണപ്പെട്ടാൽ ഉറപ്പിച്ചോളി, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ കവാടം ഓക്കെയാണ്, ഉറപ്പാണ്, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ ഒരു പൊരുത്തം വാങ്ങണം, ഒരു പൊരുത്തം വാങ്ങണം, ഒരു പൊരുത്തം വാങ്ങിയേ പറ്റൂ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തെടുത്തപ്പോ ബുദ്ധിമതിയല്ലേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചെയ്ത ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചെയ്ത ഒന്നാമത്തെ കാര്യം ചോദിക്ക. നമ്മൾ ഇടക്ക് പൊരുത്തം ചോദിക്ക, ഇക്കനോട് ഭർത്താവിനോട് ഇടക്ക് പൊരുത്തം ചോദിക്ക. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ ഓല് നേരത്തെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോ ഓല് പറയും പോലെ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോ നമ്മള് ഓലിങ്ങോട്ട് പറയുമ്പോ എന്റെ ഓനല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ജീവിതമാണ്. ജീവിതമാകുമ്പോ ഇതൊക്കെ സംഭവിക്കും. ജീവിതമാകുമ്പോ മനുഷ്യനാകുമ്പോ ഇതൊക്കെ സംഭവിക്കും. പൊരുത്തം ചോദിക്കാം, മാപ്പ് ചോദിക്കാം. അതാണ് സ്വാലിഹത്തായ ഒരു പെണ്ണ് ചെയ്യേണ്ടത്. എന്റെ ഈ വാത് കേൾക്കുന്ന, റമളാൻ നിലാവ് കേൾക്കുന്ന ഏതെങ്കിലും ഒരു പൊന്നുമോളെ, ഏതെങ്കിലും ഒരു പെങ്ങള് ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ആങ്ങളയെ പോലെ സ്നേഹം കൊണ്ട് പറയാണ്, ഫാത്തിമ ബീവിയെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ വഫാത്തിന്റെ സമയത്ത് ഫാത്തിമ ബീവി നമുക്ക് കാണിച്ചു തന്ന ഈ ഒരു വാക്ക് പെങ്ങളെ മനസ്സ് തുറന്നവിടെ എഴുതി വെക്കണം. നോട്ട്ബുക്കിൽ എഴുതുന്നത് പോലെ മനസ്സിലും എഴുതി വെക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ഇക്കനോട് സലാം പറയും, ഞാൻ എന്റെ ഇക്കനോട് പിണക്കം മാറ്റും. ആര് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആര് എന്ത് എതിർത്തിനും കാര്യമില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് പരിഹാരം കാണും. ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗം വേണ്ടവർ അങ്ങനെ ചെയ്യാം. ഇനിയോ ഫാത്തിമ ബീവി പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു കണ്ണിങ്ങനെ തുറച്ചു കൊടുത്ത്, കണ്ണുനീര് കൊടുത്ത്, കരയല്ലേ കരയല്ലേ കരയില്ലേ കരയില്ലേ. അങ്ങനെയാണ്. അല്ലാതെ ഇരുന്ന് കേട്ടിട്ട് ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുമ്പോ നിജ പൊയ്ക്കച്ചടന്ന് ബന്ധുക്കളോ പൊരുത്തം ചോദിച്ചിട്ട് പെർമാനിച്ച് പൊരുത്തം ചോദിച്ചു വന്നു പറഞ്ഞൊന്നും മാണ്ടങ്ക. അങ്ങനെയല്ല. അലി റളിയല്ലാഹു അൻഹു ചെയ്തെന്താ? കണ്ണീരിങ്ങനെ തോർത്തി കൊടുത്ത്, കരയില്ലേ ഫാത്തിമ, കൂൾ, കരയില്ലേ കരയില്ലേ, കണ്ണീരിങ്ങനെ തുടച്ചു കൊടുത്ത്. എന്നിട്ടോ കണ്ണീര് തുടച്ചു കൊടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹു ചെയ്തെന്തറിയോ? ആ കൈ ഇങ്ങോട്ട് പിടിച്ച്, ആ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഫാത്തിമ, ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഫാത്തിമ. നീ മുത്തുനബിയുടെ പുന്നാര മോളാണ് ഫാത്തിമ. ഈ മദീനയിൽ എത്രയോ വലിയ പ്രമാണികൾ ഉണ്ടായിട്ട് മോലം അവർക്കൊന്നും മുത്തുനബി നിന്നെ കൊടുത്തില്ല. എത്രയോ എത്രയോ രാജാക്കന്മാരുടെ മക്കൾ വന്നിട്ട് പളുങ്ക് പോലെയുള്ള അഴകുള്ള സുന്ദരിയായ ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതാ. പക്ഷേ അവർക്കൊന്നും കൊടുക്കാതെ മുത്തുനബി എന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അലിയേ നിങ്ങളെയാണ് ഞാൻ പുതുമാരനായി തെരഞ്ഞെടുത്തതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലതവണ പറഞ്ഞതാണ്. ഫാത്തിമ 29 കൊല്ലം എന്റെ കൂടെ താമസിച്ച ഫാത്തിമ, എന്റെ കൂടെ ജീവിച്ച ഫാത്തിമ, ഞാനൊരു പാവപ്പെട്ടവനാ ഫാത്തിമ, ഒരു വീടില്ലാത്തവനാ, ജോലി കുറഞ്ഞവരാണ്, സമ്പത്ത് കുറഞ്ഞവരാണ്, പണം കുറഞ്ഞവരാണ്, പ്രൗഢി കുറഞ്ഞവരാണ്. എന്റെ ജീവിതത്തിന്റെ ഇടയിൽ എന്റെ വാക്കിലോ എന്റെ നോട്ടത്തിലോ എന്റെ പ്രവൃത്തിയിലോ എന്റെ മൗനാനുവാദത്തിലോ എന്തെങ്കിലും ഒരു സങ്കടം നിനക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫാത്തിമ നീ എന്നോട് പൊറുക്കണേ ഫാത്തിമ, നീ എന്നോട് പൊറുക്കണേ ഫാത്തിമ. പഠിക്കേണ്ടത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാ, പഠിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാ. സിനിമാ ലോകം പഠിച്ചിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയൂല. സീരിയലിലെ എപ്പിസോഡ് കൈവിടാതെ കൊണ്ട് നടന്നിട്ട് കുടുംബജീവിതം പകർത്താൻ നമുക്ക് കഴിയൂല. സീരിയൽ നടിമാരൊരുക്കുന്ന കണ്ണീര് കണ്ടിട്ട്, ഹറാമിയത്ത് കണ്ടിട്ട് കുടുംബജീവിതം പഠിക്കാമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കണ്ട.
നമുക്കുള്ള റോൾ മോഡലുകൾ ഇസ്ലാമിന്റെ മഹതിയായ മഹിളാരത്നങ്ങളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമാണ്. അലി റളിയല്ലാഹു അൻഹു കൈപിടിച്ചുകൊണ്ട് പറയുന്ന, ഫാത്തിമ എനിക്കും നീ മാപ്പാക്കണേ ഫാത്തിമ, എന്നോട് നീ പൊറുക്കണേ ഫാത്തിമ, എന്നോട് നീ മാപ്പാക്കണേ ഫാത്തിമ. പലപ്പോഴും തമാശകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടികൂടിയിട്ടുണ്ട്. പലപ്പോഴും തമാശകൾ പറഞ്ഞ് നിന്റെ മനസ്സ് ചെറിയ രൂപത്തിലൊക്കെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും തമാശക്ക് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് മാറിക്കിടന്നിട്ടുണ്ട്. ഇതെല്ലാം നീ എന്നോട് പൊറുക്കണേ ഫാത്തിമ, ഇതെല്ലാം നീ എന്നോട് മാഫാക്കണേ ഫാത്തിമ. പരലോകത്ത് ചെല്ലുമ്പോ മുത്തുനബിയോട് എന്നെ കുറിച്ച് പരാതി പറയല്ലേ ഫാത്തിമ, എന്നെ കുറിച്ചിട്ടൊരിക്കലും മുത്തുനബിയോട് നീ പരാതി പറഞ്ഞു പോവല്ലേ ഫാത്തിമ. യാ ഫാത്തിമ ഇന്നി ഔസൈതു ബിവസിയതിക ഇദാ റഅയ്ത അബാക റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്രി മിന്നസ്സലാം. നാളെ പരലോകത്തിനെ ചെല്ലുമ്പോ, പരലോകത്ത് വെച്ച് മുത്തുനബിയെ കാണുമ്പോ എന്റെ സലാം നീ പറയണേ ഫാത്തിമ. ഇന്നി മുഷ്താഖുൻ ഇലൈക, എനിക്കും അങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ട് ഫാത്തിമ. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ വയ്യാ. നീ എന്റെ മുത്താണ് ഫാത്തിമ, നീ എന്റെ കരുളാണ് ഫാത്തിമ. നീ ഇല്ലാത്ത ജീവിതം എനിക്കില്ല ഫാത്തിമ. ആരുമല്ലാത്ത എന്നെ സമാധാനത്തിന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് നീയാണ് ഫാത്തിമ, നിന്റെ ഇടപെടലാണ് ഫാത്തിമ. അതുകൊണ്ട് നീ എനിക്ക് പൊറുക്കണേ ഫാത്തിമ. വല്ല പിഴവുകളും വന്നിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ ഫാത്തിമ. നിലാമ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ജോലി തിരക്കിന് നീലം ഹെഡ്സെറ്റ് വെച്ചിട്ടും ടിവിയിലൂടെ ലാപ്ടോപ്പിലൂടെ ഇന്റർനെറ്റിലൂടെ ഒരു കൂട്ടുകാരൻ എന്നോട് പറയാണ്, ഉസ്താദേ റമളാൻ നിലാമ തുടങ്ങുന്ന സമയത്ത് എന്റെ ബാർബർ ഷോപ്പിൽ ടിവിയിൽ ഞങ്ങൾ റമളാൻ നിലാമ കേൾക്കാറുണ്ട്. നല്ല ശബ്ദത്തിൽ നല്ല സൗണ്ടിൽ ഞങ്ങൾ കേൾക്കാറുണ്ട് ഉസ്താദേ. അവിടെ മുടിവെട്ടാൻ വരുന്നവരുമല്ലാത്ത ചെറുപ്പക്കാരുമല്ലാത്ത പരിസരത്തുള്ള കടകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം എന്റെ ബാർബർ ഷോപ്പിൽ ഇരുന്ന് റമളാൻ നിലാമ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞ, ഒരു ദിവസവും മണിവില്ലാതെ ഈ പ്രോഗ്രാം കേൾക്കുന്ന ചെറുപ്പക്കാരനാണ് പറഞ്ഞതെങ്കിൽ എന്റെ റമളാൻ നിലാമ നെഞ്ചിലേറ്റി എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, ഞാനടക്കമുള്ള നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യമാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അലി റളിയല്ലാഹു അൻഹു മാപ്പ് ചോദിച്ചത് കണ്ടില്ലേ? പൊറുക്കുമോ ഫാത്തിമ? മാപ്പ് തരുമോ ഫാത്തിമ? നാളെ എന്നെ കുറിച്ച് മുത്തുനബിയുടെ മുന്നില് പരാതി പറയല്ലേ ഫാത്തിമ. ഇദാ റഅയ്ത അബാകി, നിന്റെ പ്രിയപ്പെട്ട ബാപ്പയെ നീ കണ്ടാൽ എന്നെ കുറിച്ചിട്ടൊരിക്കലോ അലി അങ്ങനെയാണ്, അലി ഇങ്ങനത്തവനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കുറിച്ചിട്ട് പരാതി പറയരുതേ ഫാത്തിമ. പറയുന്നതാരാണ്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എത്ര നല്ല മെസ്സേജ് അല്ലേ? നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, എന്ത് ഞാൻ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതിങ്ങനെ എഴുതിയേക്ക. അപ്പൊ നിങ്ങൾ പറയാം, അല്ലാഹ് ഉസ്താദേ അങ്ങനെയാണെങ്കിൽ മൂപ്പർക്ക് ഒരു 10 നോട്ട്ബുക്ക് എഴുതി കൊടുക്കണ്ടേ, 10 നോട്ട്ബുക്ക് വാങ്ങി കൊടുക്കണ്ടേ? അതെന്തിനാ? ആ മൂപ്പര് കുത്തിർന്ന് എഴുതട്ടെ ഓരോ ദിവസവും.
എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എഴുതട്ടെ. രണ്ടാമത്തെ ദിവസം എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കറി ഉണ്ടാക്കിയപ്പോ ഉപ്പ് കൂടിയപ്പോ എന്നെ കുറിച്ച് പറഞ്ഞത് എഴുതട്ടെ. അങ്ങനെ എഴുതുകയാണെങ്കിൽ 10-15 നോട്ട്ബുക്ക് മൂപ്പർക്ക് തന്നെ മേടിച്ചു കൊടുക്കേണ്ടി വരും എന്നെ കുറിച്ച് പറഞ്ഞതിനൊക്കെ മാപ്പ് ചോദിക്കാൻ. അങ്ങനെ നിങ്ങളും പറയരുത്, ദിശയും പറയരുത്, എല്ലാത്തിനും കൂടി ഒരു മാപ്പ്. അത് കരുതിയിട്ട് നല്ലോ മൂലക്കെട്ടിട്ട് നന്നാക്കി കൊടുത്തിട്ട് പിന്നെ മാപ്പ് തരണം കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മാപ്പ് ചോദിച്ച പോലെ എന്ത് ചെയ്യും, നല്ലോണം കൊണ്ട് തിരിച്ചു തരും. പണ്ടത്തെ പോലെ നല്ല ഇപ്പൊ പെണ്ണുങ്ങള് തിരിച്ചു നന്നാക്കി തരും. നന്നാക്കി തന്നിട്ട് പിന്നെ നിങ്ങളും പൊരുത്തപ്പെട്ടല്ലോ. അപ്പൊ അതിന് കണ്ട മാപ്പ് ചോദിക്കുക, പരസ്പരം മാപ്പ് ചോദിക്കുക, പരസ്പരം മാപ്പ് ചോദിക്കുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രം നമുക്ക് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ചരിത്രത്തിലേക്ക് തന്നെ വരിക, വിഷയത്തിലേക്ക് വരാം. തമാശ പറയാൻ നിന്ന കുറേ കേൾക്കുന്നില്ല. അപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും പറയുകയാണ് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും പറഞ്ഞ വാക്കെന്തെന്നറിയോ? അലി തങ്ങളെ, അപ്പുറത്ത് എന്റെ 2 കൺമണികളുണ്ട്, മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കളാണ്. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോളത്തിട്ട് വളർത്തിയ മക്കളാണ്. എന്റെ പുന്നാര ഹബീബിന്റെ തോളത്ത് വളർന്ന മക്കളാണ് ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ മക്കളെ നിങ്ങൾ നല്ലതുപോലെ നോക്കണേ അലിയേ. അവര് ഒരിക്കലും തന്നെ സങ്കടപ്പെടാ പാടില്ല അലിയേ. എന്നിട്ടോ ഫാത്തിമ ബീവി പറയുന്ന വഫാത്തിന്റെ സമയം പറയുകയാണ്, അല്ലാഹുവേ, ഞാനെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി മഹദിയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ മകളായ ഉമാമയെ നിങ്ങളെ വിവാഹം കഴിക്കണേ അനിയേ. അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വസിയത്താണ്. ഇത് കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾ പറയും, ഉസ്താദേ അജ്ജാതി വസിയത്തായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ടാറ്. ചിലപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറയുന്ന ഒരു കാരണമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ കരുതുന്ന പറഞ്ഞോളി ഉസ്താദേ, പറഞ്ഞോളി, നല്ല വസിയത്താണ്, പറഞ്ഞോളി. അതിനൊരു കാരണമുണ്ട്, പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ? ഫാത്തിമ വിഷയം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പ്രശ്നമാക്കില്ല, വിഷയം ഞാൻ പറഞ്ഞുതരാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ സൈനബ് എന്നവരുടെ പ്രിയപ്പെട്ട മോള് ഉമാമ, കാരണം എന്താ, ഉമാമയെ നിങ്ങൾ വിവാഹം കഴിക്കണം. പറയാൻ കാരണമുണ്ട്. 29-ാം വയസ്സ് എത്തുമ്പോഴേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയാൻ. അപ്പൊ മഹദിയുടെ കുഞ്ഞു മക്കളെ അവരാര് നോക്കും? ചെറിയ മക്കളല്ലേ അവര്, മുത്തുനബിയുടെ പ്രിയപ്പെട്ട തങ്കക്കുടങ്ങളല്ലേ അവര്, അല്ലേ? അവരാര് നോക്കും? അപ്പൊ ഞാൻ നോക്കുന്നത് പോലെ നല്ലതുപോലെ നോക്കി പരിചയമുള്ളവനാണ് ഉമാമ. നല്ലതുപോലെ അങ്ങനെ നോക്കിയിട്ട് ഒരു പരിചയമുണ്ട് ഉമാമക്ക്. അതുകൊണ്ട് ഉമാമയെ നിങ്ങൾ വിവാഹം കഴിക്കുക. ആരെ വസിയത്താണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വസിയത്താണ്. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോളി. അത് ചിലപ്പോ പെണ്ണുങ്ങൾ എഴുതി വെക്കൂല, എന്നാലും ഞാൻ പറഞ്ഞുതരാണ്, എഴുതി വെച്ചോളി. ഒന്നാമത്തെ വസിയത്ത്. ഇനി രണ്ടാമത്തതോ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എന്റെ രണ്ടാമത്തെ വസിയത്ത് എന്തെന്നറിയോ? അല്ലാഹുവേ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കട്ടില് മറക്കണേ അലിയേ. എന്റെ മയ്യത്ത് കട്ടിൽ നിങ്ങൾ നല്ലതുപോലെ മറക്കണം കേട്ടോ. ഞാൻ മരണപ്പെട്ടാൽ എന്നെ ജനാസ ഖബറടക്കേണ്ടത് രാത്രിയാണ് അലിയേ. എന്റെ ജനാസ നിങ്ങളെ ഖബറടക്കേണ്ടത് രാത്രിയാണ് അലിയേ. രാത്രി സമയത്താണ് എന്റെ ജനാസയെ നിങ്ങളെ ഖബറടക്കേണ്ടത് അലിയേ.
കാരണം എന്തെന്നറിയോ? എന്റെ മയ്യത്ത്, എന്റെ ശരീരം ആരും കാണാൻ പാടില്ല. അനിയേ, ഞാൻ മരണപ്പെട്ടാ നിങ്ങൾ എന്നെ കുളിപ്പിക്കണം അനിയേ, നിങ്ങൾ എന്നെ കഫം ചെയ്യണേ അനിയേ. കഫം ചെയ്തിട്ട് ആളുകൾ ഓരോരുത്തര് വീട്ടിൽ വരുമല്ലോ, ഒരാൾക്കും എന്റെ ജനാസ നിങ്ങൾ കാണിച്ചു കൊടുക്കരുതേ അനിയേ. മാത്രമല്ല, എന്നെ പള്ളിപ്പറമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോ മദീനയിലെ ജന്നത്തുൽ ബഖിയയിൽ അടക്കം ചെയ്യാൻ എന്നെ നിങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകുന്ന മയ്യത്തും കട്ടില് മുഴുവനായിട്ടും നിങ്ങൾ മൂടണം തങ്ങളെ. അന്ന് കാലത്തെ മരണപ്പെട്ട മയ്യത്ത് കൊണ്ടുപോകുമ്പോ കട്ടിലിന്റെ മുകളിൽ ഓപ്പൺ ആയിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. ആ കട്ടിലിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തിനെ കാണാൻ പരിസരത്തുള്ള ആളുകൾക്ക് കഴിയുന്നതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എങ്ങനെ അങ്ങനെ കൊണ്ടുപോവാൻ പാടില്ല. എന്റെ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ പരിസരത്തുള്ള ഒരാൾക്ക് കാണാൻ കഴിയാത്ത രൂപത്തില് എന്നെ കൊണ്ടുപോവണേ അനിയേ. അല്ലാഹുവേ, ആലോചിച്ചു നോക്കിയേ നിങ്ങൾ, എന്നെ അങ്ങനെ കൊണ്ടുപോവണം മനിയേ, എന്നെ അങ്ങനെ കൊണ്ടുപോവണം മനിയേ. അലി റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാണ്. ഞാൻ കുളിപ്പിക്കാം ഫാത്തിമ, ഞാൻ കഫൻ ചെയ്യാം ഫാത്തിമ, ഞാൻ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാം ഫാത്തിമ, ഞാൻ തന്നെ നിന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കാം ഫാത്തിമ, നിന്നെ രാത്രി സമയത്ത് ഞാൻ ആരാരും കാണാതെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോവാ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ ഭയന്നത് ആരെയാ? ഇവിടെ ഭയന്നത് എന്തിനെയാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബി എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വനിതകളുടെ നേതാവാണ്. ഈ കാണുന്ന വനിതകൾ മുഴുവനും എന്റെ പിന്നിലാണ്. അവർ എന്നെ റോൾ മോഡൽ ചെയ്യട്ടെ, അവർ എന്നെ പിൻപറ്റട്ടെ, അവർ എന്റെ സ്വഭാവം കണ്ട് പഠിക്കട്ടെ. എനിക്ക് അല്ലാഹു തന്ന ഭംഗി, എനിക്ക് അല്ലാഹു തന്ന ശരീരത്തിന്റെ ആകൃതികൾ അത് മറ്റൊരാളെ കണ്ണിൽ കാണിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ ഭംഗി മറ്റൊരാളെ മുമ്പിൽ കാണിക്കാനോ മറ്റൊരാളെ മുന്നിൽ ചെന്നിട്ട് നമ്മുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനോ ഒരിക്കലും മുസ്ലിം വനിതകളെ നമുക്ക് അല്ലാഹു അവകാശം തന്നിട്ടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ സമയത്ത് പോലും പറഞ്ഞ സങ്കടം ഇതാണെങ്കിൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമല്ലേ? അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അങ്ങനെ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്തുകൾ ചെയ്ത് തന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് മുത്തം നൽകിയിട്ട് വുളു എടുത്തിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കിടന്ന് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പവിത്രമായ വിശുദ്ധമായ റമളാൻ മാസം അല്ലാഹുവേ ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞത് മദീനയിലാകെ അറിയാൻ തുടങ്ങി. മദീനയിൽ എല്ലാവരും വിവരം അറിഞ്ഞവരെല്ലാം ഓടിയെത്തി. റബ്ബേ, ഫാത്തിമ ബീവി ലോകത്തോട് വിട പറഞ്ഞു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തെല്ലാം സ്ഥലത്തെത്തി. അല്ലാഹ്, വിട പറഞ്ഞത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അല്ലാഹ്, ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോവുക, എല്ലാവരും പിരിഞ്ഞു പോവുക. ഫാത്തിമ ബീവിയുടെ മയ്യത്തടക്കുന്നത് രാത്രി സമയത്താണ്, അതുകൊണ്ട് ആരും വേണ്ട, എല്ലാവരും പിരിഞ്ഞു പോവുക. അത് ഫാത്തിമ ബീവിയുടെ വസിയത്താണല്ലോ. ഉടനെ തന്നെ പാതിരാനേരത്ത് അലി റളിയല്ലാഹു അൻഹു കൊണ്ടുപോവുകയാണ് തന്റെ പ്രിയപ്പെട്ട ദമയുടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ മദീനയിലെ മനോഹരമായ മസ്ജിദ് നബിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖിയ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെയാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്നത്?
എവിടെയാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്നത്? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ മസ്ജിദുൻ നബി സ്ഥിതി ചെയ്യുന്ന ആ മസ്ജിദുൻ നബിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖിയ അല്ലാഹുവിന്റെ ഹബീബ് പലതവണയായി ഖബറാളികൾക്ക് ദുആ ചെയ്തു കൊടുത്തിട്ടുള്ള മദീനയിലെ മനോഹരമായ ജന്നത്തുൽ ബഖിയ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എത്രയോ മഹാന്മാർ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമ്മയായ ഫാത്തിമത്ത് ബിൻത് സയ്യിദ് റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹദിമാർ അവരെല്ലാം കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ സ്വർഗ്ഗമാ അത് സ്വർഗ്ഗപ്പൂന്തോപ്പാ അത് സ്വർഗ്ഗത്തിന്റെ അനുരാഗങ്ങളാ ആ ജന്നത്തുൽ ബഖിയയിൽ കിടക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുണ്യവോള ജനാസ കൊണ്ടുപോവുകയാണ് പാതിരാ നേരത്തെ ആരുമില്ലാതെ ആരും കാണാതെ അല്ലാ മയ്യത്ത് കട്ടില് മുഴുവനും മറച്ചു കൊണ്ടുപോവുകയാണ് അസൈനു സൈനവരം മനം പൊട്ടി കരയുന്നു പൊന്നുമ്മ ഫാത്തിമ വിട ചൊല്ലുന്നു അന്ന് വിരഹത്താൽ അലിയാരെ മിഴിവാർക്കുന്നു ഹസൈനു സൈനവരം മനം പൊട്ടി കരയുന്നു പൊന്നുമ്മ ഫാത്തിമ വിട ചൊല്ലുന്നു അന്ന് വിരഹത്താൽ അണിയാരും മിഴിവാർക്കുന്നു നിലാവിന്ന് പിരിയുമ്പോൾ ഇനിയാര് തുണയേകും കൽബിലും വിരഹത്തിൻ കഥകളാണ് പൊന്നു ഫാത്തിമ ബി അവരെയും പിരിഞ്ഞു പോയി നിലാവിന്ന് പിരിയുന്നു ഇനിയാര് തുണയേകും കൽബിലും വിരഹത്തിൻ കഥകളാണ് പൊന്നു ഫാത്തിമ ബി അവരെയും പിരിഞ്ഞു പോയി കഥനങ്ങൾ പെരുകുന്ന കഥയുണ്ട് ഒരുപാട് ജീവിതം മാതൃകയായി നമുക്ക് അവരെ എന്നും തഖ്വയിലായി ജീവിച്ചുള്ള മഹദിയോര് ആർഭാടം അവർക്കില്ല ആഘോഷത്തിമിരത്തില്ല ആർഭാടം അവർക്കില്ല ആഘോഷം തിമിരത്തില്ല ദുനിയാവിൻ ചിന്തകളും അവരിനില്ല എന്നും തഖ്വയിലായി ജീവിതം നയിച്ചോരല്ലേ ഹസൈനു ഹുസൈൻ അവരും മനം പൊട്ടി കരയുന്നു പൊന്നുമ്മ ഫാത്തിമ ബി വിട ചൊല്ലുന്നു
അന്ന് വിരഹത്താൻ അലിയാറ് മിഴിവാർക്കുന്നു നിലാവിന്ന് പിരിയുന്നു ഇനിയാറ് തുണയേകും കൽബുള്ളിൽ വിരഹത്തിൻ കഥകളാണ് പൊന്നു ഫാത്തിമാബി അവരെയും പിരിഞ്ഞു പോയി നിലാവിന്ന് പിരിയുന്നു ഇനിയാറ് തുണയേകും കൽബിനും വിരഹത്തിൻ കഥകളാണ് പൊന്നു ഫാത്തിമാബി അവരെയും പിരിഞ്ഞു പോയി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകട്ടെ. ആമീൻ പറയും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ മദീനയിലെ ജന്നത്തുൽ ബഖിയയിൽ കൊണ്ടുപോവുകയാണ്. കാണണം, പോവണം മദീന. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ അങ്ങനെ ഖബറിന്റെ സമീപത്ത് എന്ന് രാത്രിയാണല്ലോ 3:24 ഖബറിന്റെ സമീപത്ത് ചെന്ന് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗമുണ്ട്. അതും ചുരുക്കി പറയുന്ന പകരം വിശാലമായി പറയേണ്ടതാണ്. നാളെ പറഞ്ഞാൽ പോരെ? നാളെ പറയാം. അപ്പൊ സമയം 3:25 അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോ പറഞ്ഞു തീരൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പോ നമ്മൾ വിഷയം എത്തി നിൽക്കുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതണേ. ആ നോട്ട്ബുക്കൊക്കെ എടുത്തു നോക്കി, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ചരിത്രങ്ങളൊക്കെ കേൾക്കാം. ഫാത്തിമ ബീവിന്റെ കല്യാണം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുതുക്കം പോയത്, അന്ന് വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം, ആരാണ് ഭക്ഷണം കൊടുത്തത്, ഏതായിരുന്നു വാഹനം, വാഹനത്തിന്റെ പേര്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചർച്ച ചെയ്തതാണ്. വഫാത്ത് ചർച്ച ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു. ആ വഫാത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ വഫാത്ത് ആയതിനു ശേഷം മഹദിയുടെ ജനാസ, പവിത്രമായ ജനാസയെ മസ്ജിദുൻ നബിയുടെ ജന്നത്തുൽ ബഖിയയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുമ്പോൾ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ ഒരു രംഗം, ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ ഒരു രംഗം, ഇൻഷാ അല്ലാഹ് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗം അത് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഇന്ന് ഫാത്തിമ ബീവിയുടെ ആണ്ടിന്റെ ദിവസം കൂടിയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവിടുത്തെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിന്റെ തവാബ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഫാത്തിമ ബീവിയുടെ കൂടെ അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ ഇതിന്റെ ബാക്കി തുടരും. നാളെ ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ ഒരു രംഗമാണ് നാളത്തെ മജ്ലിസിൽ വെച്ച് പറയുന്നത്.